പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയൊക്കെ ആരാകണമെന്ന് ഇങ്ങനെ വളരെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ആവണ്ട, നമ്മളെ സതീശൻ സാർ തന്നെ ആയാൽ മതി എന്നാണ് എല്ലാ പ്രവാസികളെയും, കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആഗ്രഹം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നത്. ഒന്നാമത്തത്, ഒരു സഹോദരി എൻ്റെ വീഡിയോ നിരന്തരം കാണുമല്ലോ, വയസ്സിൻ്റെ കേട്ടോ, 50 വയസ്സിൻ്റെ മുസ്ലിം സഹോദരിയാണ്, കോഴിക്കോട് ജില്ലയിലുള്ള നല്ല സുന്ദരിയായ. 50 വയസ്സെന്നൊരു വയസ്സല്ല കേട്ടോ, എനിക്ക് 50 വയസ്സായി. എനിക്കൊരു മോനുണ്ടല്ലൊരു വയസ്സുള്ള, അന്നൊരു വയസ്സല്ല. ആ ഒരു സഹോദരി എൻ്റെ വീഡിയോ നിരന്തരം കണ്ടിട്ട് 8 വർഷമായിട്ട് ഡിവോഴ്സായി കഴിയുകയാണ്. കോഴിക്കോട് തന്നെ ഒരു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് എനിക്കൊരു കല്യാണത്തിന്, സ്വന്തം കുടുംബത്തിൽ പോലും ആങ്ങളമാരൊക്കെ ഒരുപാടുണ്ട്, കുടുംബക്കാരൊക്കെ ഉണ്ട്, എന്നാലും മോളെ നീ ഒരു പുയ്യാപ്പിളക്ക് വായിന്നോന്നല്ല പറയൽ നാട്ടിലൊക്കെ അല്ലേ, ഈ ഒരു പിയാപ്പിളിനെ നോക്കട്ടെ നിനക്കെന്ന് പറയാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ സഹോദരിമാർക്കൊക്കെ ഉള്ളത്. അങ്ങനെ ആ സഹോദരി ഒരുപാട് ആലോചിച്ച് അവസാനം എൻ്റെ നമ്പറിലൊന്ന് കറക്കി കുത്തി. കുറേ കാലമായി കുത്തുന്നു. അങ്ങനെ ഇന്ന് ഞാൻ എടുക്കാൻ കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞു. 50 വയസ്സിൽ എൻ്റെ സെയിം ഏജാ. പറ്റിയ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലയിലോ ഗൾഫിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, 50-60 വയസ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന, പിന്നെ ആ സഹോദരി ജോലിൻ്റെ ഒന്ന് പറയും, കോസ്റ്റ് മേക്കറിനാണെന്ന് പറഞ്ഞു കേട്ടോ, കോസ്റ്റ് മേക്കർ എന്തോ ഒന്ന് പറഞ്ഞിരുന്നു. ദുബായിലുണ്ടായിരുന്നു ഹസ്ബൻഡ് കൂടെ. അയാൾ അന്ന് അവിടെ AC ഫോർമാൻ ആയിരുന്നു. ഞങ്ങൾ ഷാർജയിലായിരുന്നു അവിടെ നിന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു സമയം, അതൊക്കെ ഒരു 10-15 വർഷമായി. അപ്പൊ ആ കാലഘട്ടത്തില് അല്ല, ഞാൻ പറയാ, ജീവിതത്തിൽ ഒരു സുഖമൊന്നും കിട്ടിയില്ല, കുട്ടികളും ഉണ്ടായില്ല. അപ്പോ ഒറ്റപ്പെട്ട് കഴിയുമ്പോ ആദ്യം ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി എന്തിനാന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി എപ്പോഴെങ്കിലും ഒന്ന് ഇതൊന്ന് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കുക. ഇക്കൊക്കെ എപ്പോഴാണ് സൗകര്യം. ഇക്ക പറയുന്നത് കേട്ട് വൈകുന്നേരം 5 മണി തൊട്ട് പുലർച്ചെ 5 മണി വരെ, 4 മണി വരെയാണെന്ന്. അപ്പൊ ഞാനും കരുതി ആ രീതിയിൽ എന്നെ ഇക്കൊക്കെ ഒന്ന് മെസ്സേജ് ഇടണം ഇനി എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പേടിയായി തുടങ്ങിയത്. ഞാൻ എത്ര കാലം ഒറ്റയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകുന്നതോറും പ്രായം കൂടുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ പഠിച്ചവനായിട്ടായിരിക്കും എനിക്ക്. ഞാനങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല, ഇപ്പോഴാണ് ഞാൻ അതിലൊക്കെ ഒന്ന് വന്നത്. അപ്പോൾ അതിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഞാൻ നോക്കട്ടെ. പിക്കയുടെ നമ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇതൊക്കെ ബുദ്ധിമുട്ടായോ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നത്? അപ്പോൾ ആരോരുമില്ലാത്തവർക്ക് ചെറിയ തുണ നമ്മളൊക്കെയാണ്. നല്ലൊരു സഹോദരിയാണ്, നല്ലൊരു ജോലിയും കോഴിക്കോട് തന്നെയുണ്ട്. അപ്പോൾ കോഴിക്കോട് ഗൾഫിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, 50 വയസ്സുണ്ട് സഹോദരിക്ക്, നല്ല വെടുപ്പ്, നല്ല രസമുണ്ട് കാണാനൊക്കെ, നല്ല സുന്ദരിയാണ്.